നമുക്ക് പബ്ലിക് സ്പീക്കിംഗിൽ കോൺഫിഡൻസ് കൂട്ടാനുള്ള 4 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡീപ്പ് നോളജ് നമ്മൾ കൊണ്ടുവരണം. മാക്സിമം റിസോഴ്സസ് നമ്മൾ റെഫർ ചെയ്യണം. അത് കൂടാതെ മിററിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് സംസാരിച്ച് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് ഒന്നുകൂടി ഒന്ന് കോൺഫിഡൻസ് നമുക്ക് കൂട്ടാം. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളൊരു മെന്റാലിറ്റി നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരിക. ഓഡിയൻസിനെ പറ്റി ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങൾ വേണ്ട. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുവരാതെ ഇരിക്കുക. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. സ്റ്റേജിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. ലൈക്ക് ദിസ്. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അങ്ങനെ ഒരു 2-3 തവണ ചെയ്തിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് പോകാൻ പറ്റും. നാലാമത്തെ ഒരു ടിപ്പാണ് പോസ്ചർ. ഒരു പ്രസന്റേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ലൈക്ക് ദിസ് ഇങ്ങനെ ഇരുന്നോ, ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മുടെ ഷോൾഡർ ഇതുപോലെ നേരെയാക്കുക. നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു നല്ലൊരു പോസ്റ്ററിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട്. ഈ 4 ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ആരതി. ബൈ ബൈ.